ഹലോ ഗൈസ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പാർട്ട് 4 ആണ് ഗൈസ്. പാർട്ട് 4. അപ്പോൾ എന്തിൻ്റെ എന്നല്ലേ, വേറെ ഒന്നുമില്ല, മാൻഷൻ ടൈക്കൂൺ പാർട്ട് 4. അപ്പോൾ ഈ മാൻഷൻ ടൈക്കൂൺ ഇനി കണ്ടെത്തണം. ഇതൊക്കെ എവിടെ പോയി കിടക്കുന്നത്? ആരും വേണ്ടി ഇതിൽ സെർച്ച് ചെയ്താൽ പോരെ, പെട്ടെന്ന് കിട്ടൂലേ? മാൻഷൻ അടിച്ചാൽ തന്നെ വരും. ഇതിൽ ഏത് മാൻഷനാണ് നമുക്കൊന്ന് തപ്പേണ്ടി വരും. കുറേ മാൻഷൻ ടൈക്കൂൺ. ഇത് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കും അറിയില്ല. പിന്നെ ഒരു ലോഡ് ഉണ്ടാ മാൻഷൻ ടൈക്കൂൺ. നോക്കി നിങ്ങൾ തന്നെ ഇതിലേതാ പിങ്കിങ്ങനെ ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്ത് തപ്പണം മാൻഷൻ ടൈക്കൂൺ ഇടാൻ. മാൻഷൻ ഇതാണ് നമ്മൾ മാൻഷൻ ലൈഫ് ടൈക്കൂൺ. നമ്മൾ നേരെ വീട്ടിലോട്ട് പിന്നെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് അപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, ഇന്ന് രാത്രി 2:30 അല്ലെങ്കിൽ 3:30 ഞാൻ വിചാരിച്ചൊക്കെ പോയിന്ന്. 2:30 3:30 ഉള്ള സമയത്തിൽ നമ്മൾ ഫിഫ വേൾഡ് കപ്പ് അങ്ങ് അവസാനിക്കുകയാണ്. അപ്പോൾ ആര് വിജയിക്കും? പ്രഡിക്റ്റ് നൗ ഇൻ കമൻറ്റ് ബോക്സ്. ഞാൻ പറഞ്ഞ 3-2 അർജൻറ്റീന വോൺ. അത് മാത്രമല്ല, വേറെ കൂടി പറയാനുണ്ട്. അർജൻറ്റീന വോണ് ചെയ്യും. അത് മാത്രമല്ല, അതിലത്തെ 2 ഗോൾ 3-2 ആണ്. 2 ഗോളും മെസ്സി ഇടുകയും ചെയ്യും. വാക്ക് പറഞ്ഞ വാക്കാണ്. നമ്മളിപ്പോൾ എടുക്കില്ല, നമ്മൾ സ്ഥലം മാറി മുകൾക്കൊക്കെ ആയില്ലേ. കുഴപ്പമില്ല. നമ്മളിപ്പോൾ എന്തിനാ അറിയോ ഇങ്ങോട്ട് ഇറങ്ങിയത്? വേറെ ഒന്നിനല്ല, പൈസ അവിടെ ആയിക്കോട്ടെ. ഇന്നേരമൊക്കെ നമുക്ക് ഇറങ്ങാമല്ലോ. നമ്മളെ ശരിയായ ഭാഗം സൈഡിൽ വേറെ മാൻഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അയ്യവാ, നമ്മൾ മേലെയും കൂടിയാണ് ഗൈസ്. നമ്മൾ മേലെയാണ്. സാധാരണ ഞാൻ പറഞ്ഞില്ല, നമ്മളെ മാൻഷൻ വരില്ല ഇവിടെ എവിടെയെങ്കിലോ. പക്ഷേ നമ്മൾ മേലെയാണ് ഗൈസ്. കൂടുവാൻ ഞാൻ വിചാരിച്ചത് നമ്മളെപ്പോഴും ഉള്ള സ്ഥലമാണ് അത്. പക്ഷെ നമ്മളെ മാൻഷൻ മേലെയാണ്. കറങ്ങുന്നത് പറ്റുമെന്ന് കരുതില്ല. നമ്മൾ വെറുതെ കറങ്ങാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇത് പാർട്ട് 4 ആവാം, അല്ലെങ്കിൽ ഇതൊരു ഫൈനൽ പാർട്ട് ആകാം. അതായത് നമ്മളെ പാർട്ട് 4 ആണെന്ന് ഉറപ്പാട്ടോ. എന്ന് വെച്ചാൽ പാർട്ട് 4 ആണല്ലോ. എന്തായാലും അപ്പോൾ അവിടെ പൈസ ആയിക്കോളും. ഒരു 20,000 ആയാൽ തന്നെ മതി 50,000 ആവാനേ. പിന്നെ 50,000 ഉറുപ്പ്യൊക്കെ വെച്ച് ബാക്കി ചെയ്തിട്ട് പോരടാ. ബാക്കി ഇതിൽ കൂടെ പോയി എൻ്റെ പെര എങ്ങനെ എത്തുന്നല്ലേ. ഇതിൽ കൂടെ നേരെ സ്ട്രീറ്റ് പോയില്ല, ആ മൂലക്കുള്ള പെര ആച്ചായിരുന്നു. ഇത് ലെജൻഡ് ഓഫ് യൂട്യൂബർടാ. ഹേയ് ഗെയിമോ. അപ്പോൾ നിങ്ങൾ റോബ്ലോക്സിൽ വേറെ ഏതെങ്കിലും ഗെയിമാണ് കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ഗെയിമും കളിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റോബ്ലോക്സ് അല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ വരെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതും കളിക്കും. നിങ്ങൾ പറയുന്ന ഗെയിം കളിക്കാനുള്ള ആയി മച്ചു ഇതൊക്കെ. പിന്നെ ഇവിടെ പോർച്ചുഗൽ ഫാൻസും ബ്രാച്ചുഗൽ ഫാൻസൊക്കെ ഉണ്ടാവും. ഇവിടെ കയറിണ്ടോ? കയറുകയാണെങ്കിൽ കയറിട്ട് നിൽക്കും. ഗസ് ബാക്കിൽ കയറിയുണ്ട് ഒരാൾ. ഇവള് കാരണം എൻ്റെ വണ്ടി തകരാറായി. കുഴപ്പമില്ല, ഇവിടെ തന്നെ അല്ല എത്തിയത്. എന്തായാലും നേരെ ഉള്ളിലോട്ട് പോകാം. 72,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എൻ്റെ മാൻഷൻ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു ബെല്ലിട്ടില്ലേ. ഉള്ളൊക്കെ അടിച്ച് ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും പണി നടന്നുകൊണ്ട് കേട്ടോ. മാൻഷൻ എന്ന് പറഞ്ഞാൽ വലുതാണ്. ആദ്യം ഈ റൂം കംപ്ലീറ്റ് ആക്കണം. ആദ്യം നമുക്ക് ഈ ബാത്റൂം കംപ്ലീറ്റ് ആക്കണം. ബാത്ത് ടബ് ഒരു മാൻഷൻ തന്നെ. ഇവിടുന്ന് ലൈബ്രറിയാ. ഇവിടുന്ന് ബുക്ക് വയ്ക്കാൻ പോവാ. ഏതാണല്ലോ ഇനിയുണ്ട് 9,000 ഉറുപ്പ്യ. നിങ്ങളൊക്കെ ഇല്ലല്ലോ ഇത്രക്കും. 9,000 ഉറുപ്പ്യക്ക് എന്താ ഇവിടെ ഒരു 6,000 ഉറുപ്പ്യ ബെഡ് വാങ്ങിയിട്ട് ഞാൻ ബാക്കി പൈസ അത് നമുക്ക് ഉണ്ടാക്കണം. ഗൈസ്, പ്രെഡിക്റ്റ് നൗ ഇൻ കമൻറ്റ്. നിങ്ങൾ ചിലപ്പോൾ ബ്രസീൽ ഫാൻസായി, പോർച്ചുഗലായി, ഫ്രാൻസായി, പിന്നെ ഇംഗ്ലണ്ടായി, സ്പെയിനായവരും ഉണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഈ പോർച്ചുഗൽ ഫാൻസിനോട്. എന്താണെന്നല്ലേ,
ഇവിടെ കാറ്, എൻ്റെ കാറോടെ വേറെ ഒന്നുമല്ല. ഈ പോർച്ചുഗൽ ഫാൻസിനോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഏതാ ടീം ഒന്ന് പറയണേ. നീ ഏതാ ടീം? ഫ്രാൻസ് പോയപ്പോൾ ഇംഗ്ലണ്ടായി. അവിടെ ഇതൊക്കെയാണ് എനിക്ക് പറ്റാത്ത നമ്മളെ വണ്ടിയിൽ. ഞാൻ എന്ത് ചെയ്യാ? ഡ്രൈവ് എനിക്ക് വണ്ടി തല കുത്തല നിൽക്കും. അത് നമ്മൾ ഗെറ്റിന് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കുറേ ആക്കുക. അപ്പോഴൊന്നും ഒരു വഴിയില്ല, മനസ്സിലാവും. നമ്മൾ കുറച്ച് നേരം മുന്നിലിരിക്കുക, എന്നിട്ട് ചാടുക. അപ്പോൾ നമ്മൾ ബാക്കിൽ തന്നെ പോകുന്നു, മനസ്സിലായ? ഒന്നും നോക്കണ്ട, ചാടിക്കൊണ്ടേ നിൽക്കുക. അപ്പോഴും ഒരു രക്ഷയില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത്. നെവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ആക്കിക്കൊണ്ടേ നിൽക്കുക. ലാസ്റ്റ് ഗെറ്റിന് ചെയ്യുക. എന്നിട്ട് ഇതാണ് നിൽക്കുക. എന്നിട്ട് ഡ്രൈവ് കണ്ട് ചെയ്യുക. ആ ഡ്രൈവുള്ള ബട്ടൺ നിൽക്കുക. ഞാൻ കാണിച്ചരാ. കണ്ട പൊട്ടത്തരം ചെയ്യല്ലേ. എന്നിട്ട് ഡ്രൈവ് കണ്ട് ചെയ്യുക. പിന്നെ പോർച്ചുഗൽ ഫാൻസിനോട് നിങ്ങൾ ഏതാ ടീം? നിങ്ങൾ ചിലപ്പോൾ അർജന്റീനക്ക് എതിരെ നിൽക്കാൻ വേണ്ടി അർജന്റീന ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, അല്ല, നിങ്ങൾ അർജന്റീനക്ക് എതിർക്കാൻ വേണ്ടി സ്പെയിനായിട്ടുണ്ടാവും. ഈ നിങ്ങൾ ആരെ പൊട്ടിച്ചെന്നും കൂടി ഓർക്കണം കേട്ടോ. ഈ വേൾഡ് കപ്പ് നിങ്ങളെ പുറത്താക്കിയ ടീം ആരാ കൂടി ഓർത്തിട്ട് വേണം സ്പെയിനൊക്കെ ആവുമ്പോൾ. ഒക്കെ അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഓർക്കാതെ ആവുകയാണെങ്കിൽ ഇന്ന് ഓർമ്മിപ്പിച്ചതാ, അങ്ങനെ ആവണ്ട പറഞ്ഞുണ്ട്. ഇവിടെയൊക്കെ കുറേ വയ്യുണ്ടാണ്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് മാൻഷന് സ്ഥലം കൊടുത്തുകൂടെ? വെറുതെ സ്ഥലം വേസ്റ്റ് ആക്കുന്നു. യെസ് പോർച്ചുഗൽ ഫാൻസ്, സോറി കേട്ടോ. എനിക്കങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ അർജന്റീന തൂക്കും. നമ്മളൊരു അർജന്റീന ഫാൻ കൂടിയാണ്. അർജന്റീന തൂക്കിയിരിക്കും ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ്. ഇതെനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ദി ഗോഡ്സ് സൺ വേഴ്സസ് ദി ഗോഡ് ആണ് ഫുട്ബോൾ മാച്ച് വരാൻ പോകുന്നത്. ഞാൻ കാര്യം പറയാം, ഇപ്രാവശ്യത്തെ ഗോൾഡൻ ബോൾ അത് മെസ്സിക്കുള്ള കേട്ടോ. അത് ഞാൻ ഉറപ്പിച്ചാണ്. 3 ഗോൾഡൻ ബോൾ ആവുകയാണ് മെസ്സിക്ക്. പിന്നെ വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഗോൾഡൻ ബോളും മെസ്സിക്കാവും. പിന്നെ 2 ഗോൾ അടിച്ചാൽ ആ ഗോൾഡൻ ബൂട്ടും ഞങ്ങളങ്ങ് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് മെസ്സി എടുക്കും കേട്ടോ. 2 ഗോൾ അടിച്ചാൽ എങ്ങനെയെന്നല്ലേ? 8 ഗോളായിട്ട് എംബാപ്പെ തന്നെ ഉണ്ട് പുറകിൽ. പക്ഷേ 10 ഗോളാണ്. ഞാൻ കാര്യം പറയട്ടെ, 10 ഗോളാണെങ്കിലും അസിസ്റ്റ് വെക്കും. പക്ഷെ അസിസ്റ്റ് 4 അസിസ്റ്റ് തന്നെയാണ്. അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഏറ്റവും കുറവ് മിനിറ്റ് ആരാ കളിച്ചതെന്ന് നോക്കും, അവർക്ക് കൊടുക്കും ഗോൾഡൻ ബൂട്ട്. മെസ്സി വേൾഡ് ആകാൻ വേണ്ടി മെസ്സി മാത്രമല്ലടാ പരിഗണിക്കുക, ആ ടീം മൊത്തം മെസ്സിക്ക് വേണ്ടി കളിക്കുന്നവരാടാ. അപ്പം ഞാൻ കാര്യം പറയട്ടെ, അവിടെ കുറേ പൈസ അയക്കണമെന്ന് തോന്നുന്നത്. നമ്മളെന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടുന്ന് അങ്ങോട്ട് വരെ പോവാം. ഗൈസ്, നിങ്ങൾ കളിക്കണ ഗെയിം ഏതാ? കമൻറ്റ് ബിലോ. ഞങ്ങൾ കളിക്കണ ഗെയിം കളിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണേ. ഇവിടുന്ന് എവിടേക്കാനോ അങ്ങോട്ടാകുമ്പോൾ മുടുക്ക് എനിക്കൊന്നും വേണ്ട. ഈ വഴി വല്ലാത്തൊരു വഴി തന്നെയാണ്. ഞാൻ വന്ന വഴി കുടുങ്ങിയെന്ന് ഡൗട്ട്. പക്ഷെ ഇനി കുടുങ്ങും കേട്ടോ. ഇനി എനിക്കറിയാം കുടുങ്ങുമില്ലെന്നൊക്കെ. ഗൈസ് 1 മിനിറ്റ്. ഗൈസ്, അപ്പം എന്താ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ വഴിയൊക്കെ മറന്നാ ഇങ്ങോട്ട് മറക്കാൻ. ഇത് പറ്റും കേട്ടോ. ഈ ചാടുന്ന ബട്ടൺ ഇങ്ങനെ നീങ്ങി പോവാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, ഒരു ലോഡ് പൈസ മീൻസ് ഇനി ഞാനവിടെ ഇങ്ങോട്ട് പോയോക്ക, എങ്ങോട്ടെങ്കിലൊക്കെ പോയോക്ക്. അവിടെയാണ് കാണിക്കണത്, ഇങ്ങോട്ടല്ല. അങ്ങനെ വഴി ഞാൻ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞാല്. അത് ബീച്ചല്ലേ? ആണോ? അല്ലേ അല്ലല്ലേ? വെള്ളത്തിനടിയിൽ കൂടെ പോവാ. വൈബ് എനിക്ക് റീസ്പോൺ ചെയ്യാൻ കഴിയോ? ഞാൻ റീസ്പോൺ ചെയ്യട്ടെ. നമ്മൾ എവിടെ എത്തി? വെള്ളത്തിലെത്തി. ലാസ്റ്റ് നമ്മൾ സ്ഥലത്തിനെത്തി കണ്ടോ. എന്ത് ചെയ്യാൻ, പൈസ വിഷയമല്ലല്ലോ. ഈ കാർസ് കണ്ട ഒരു കാറുണ്ട് വാങ്ങിയാലോ, 25,000 SUV. അത്രക്കും വേണ്ടല്ല. എന്താ 140,000 ഉണ്ട്, മീൻസ് 1,40,000. നമ്മൾ ഉറപ്പാണ് ഇറ്റ്സ് ടൈം ഒരു ലോഡ് വാങ്ങാണ്ട് നമ്മളെല്ലാം വാങ്ങാൻ പോകട്ടോ. എല്ലാതും ഇനി നമ്മൾ കാറിൽ പോണ പരിപാടിയൊന്നുമില്ല. ആദ്യം ഈ റൂം സെറ്റ് ആക്കട്ടെ മോനെ.
ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് പോരെ അവിടേക്കൊക്കെ. നെതർലാൻഡ്സിലാണ് ഐസ്ലാൻഡ്സ്, ഞാൻ ഇതിന് നെതർലാൻഡ്സ് പറഞ്ഞിട്ടുണ്ട്. സീലിംഗ് കൂടെ വെച്ചാൽ വൈബായി ഗൈസ്. ഇനി ലൈറ്റ്സ് ഓൺ, ഇനി ഡോറും. ഇപ്പോൾ മൊത്തം ഒരു വൈബായില്ലേ. ഇവിടെ ലൈറ്റ് വെച്ചിട്ടില്ല, ഇപ്പം എല്ലാം വൈബായില്ലേ. ഇവിടെ ഡോറില്ല, എങ്ങനെ കുളിച്ചാൽ ശരിയാവില്ലല്ലോ. വിൻഡോസും കൂടി വെച്ചാൽ കഴിഞ്ഞ നമ്മളെ മാൻഷൻ ഇത്രേ ഉള്ളൂ. പൈസ ഇത്രക്കും കുറഞ്ഞാ, അവിടെ 1,40,000 ഇത്രക്കും കുറഞ്ഞാ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, 818 ഇവിടെ 20,000 ഉണ്ട്. ഒന്നും ആവില്ല, ഒരു സാധനം വാങ്ങുമ്പോഴത്തിന് 20,000 കഴിയും. പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം. ഈ നേരം കാർ ഓട്ടി കളിക്കണതാണ് നല്ലത്, പക്ഷെ എനിക്കൊരു ബോറാവണ പോലെ എനിക്ക് തോന്നുന്നു. സ്റ്റേഴ്സ് ഒന്നും ഇവിടെ ഗൈസ് ആദ്യം അടിഭാഗം സെറ്റ് ആക്കട്ടെ. ഞാൻ സ്റ്റേഴ്സ് ഒന്ന് വെച്ചിട്ടോ. എന്നുണ്ട് ഇനിയും ഉണ്ട് ഗൈസ് മേലക്ക്. എനിക്ക് തന്നെ വിശ്വാസമാവുന്നില്ല ഗൈസ്. ദിസ് ഈസ് നോട്ട് അവർ ഫൈനൽ പാർട്ട്. ഇതിനൊരു എൻഡിൽ ഞങ്ങൾ വെച്ചോളി. ബാൽക്കണി വെക്കണോ വാൾ പാനൽ വെക്കണോ? ബാൽക്കണി ആയിക്കോട്ടെ എന്ന്. ഇനി ഒരു 1000 ഉറുപ്പ്യ ഉണ്ട്. 1000 ഉറുപ്പ്യക്ക് ഒന്നും ആവില്ല കയറാം. ഞാൻ ഇന്ന് പൂളിലൊക്കെ കറങ്ങി കുളിച്ച് ഇന്ന് കുളിച്ചിട്ടില്ല പറയരുത്. അവിടെ ഞാൻ പറയാൻ സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ 2ാമത്തെ നില തന്നെയാണെന്ന്. ബിക്കോസ് വി ഹാവ് 3rd floor ആൾസോ, മീൻസ് ഇറ്റ് വിൽ ബി എ ബെസ്റ്റ്. ഞാൻ പറഞ്ഞേക്കപ്പോൾ തന്നെ നല്ല വലിയ മാൻഷനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ 2ാമത്തെ ഫ്ലോറായി, ആയിട്ടില്ല ഫുള്ളായിട്ട്. ഞാൻ കാണിച്ചു ഞങ്ങൾക്ക് 2ാമത്തെ ഫ്ലോറ്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ മാൻഷൻ എന്ന് പറഞ്ഞാൽ. 3ാമത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഈ 2ാമത്തെ ഫ്ലോറ് വരുമ്പോൾ 1ാമത്തെ ഫ്ലോറ് മാറ്റാനുള്ള തോന്നണില്ല. ഇവിടെ 2ാമത്തെ ഫ്ലോർ അയക്കണെന്ന്. സംഭവം എന്താ വെച്ചാൽ മാൻഷനല്ലേ, വീടിന് മാതിരി കൊട്ടാരത്തിന് തറണ്ടെങ്കിൽ പിന്നെയും പറയുന്നു. ഇതിപ്പോൾ 2 ഫ്ലോറായി ഇപ്പം തന്നെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. കാരണം അങ്ങനെയാണിത് കാണാം. 25,000 ഉണ്ട്. ഒരു സാധനം വാങ്ങുമ്പോൾ തന്നെ തീരാൻ അത്ര ഉണ്ട്. നടുവ് കൂടി നടന്നിട്ട് അങ്ങനത്തെ ഒരു വരവുണ്ട്. എന്നിട്ട് നമ്മൾ ഇതാണ്ട് വെക്കുമ്പോൾ ഇതിന് പൈസ മൊത്തം തീരുമെന്ന് വിചാരിച്ചേക്കുമ്പോൾ ഈ പ്ലാൻസ് ഉണ്ട് വെക്കും. ഇനി ഒരു 5,000 ഉറുപ്പ്യ ഒന്നും ആവാൻ പോകുന്നില്ല. നമ്മൾ നേരെ പോകുന്നു ഈ റോബക്സ് കൊണ്ട് കൊടുത്താലാ. റോബക്സ് കഴിക്കല്ല കേട്ടോ, വേറെ കാര്യം. ഞാൻ അവിടെ പോയി വാങ്ങുമ്പോഴത്തിന് നമുക്ക് 3ാമത്തെ നിലയിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നിലത്ത് അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാം. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ ടൈമും ആവും. അങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. ഇവിടൊക്കെ നമ്മളെ സ്ഥലം വരാനുള്ള ആളെ. ഇവിടൊക്കെ ഫ്ലോർ വന്ന് വൈബാകും. പക്ഷെ ഇനിയുണ്ട് അവിടെ ഞാൻ അറിയാതെ അടിയിൽ പോയി. ഇനി നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ മേലേക്ക് തന്നെ കയറണം. ഇനി മേലെ കയറണ്ട. ഇനി 2ാമത്തെ ഫ്ലോറിൽ നോക്കിയാണ്ട് ഇങ്ങനെ അടിക്ക് വരാം. അപ്പോൾ അതിനോടെ പൈസ ആയിക്കോളും. നമ്മളാ പൈസ കളക്ട് ചെയ്യുന്നു, അടുത്ത് നോക്കും. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് പറഞ്ഞാൽ ഇവിടെ കേട്ടോ. എൻ്റെ ഓർമ്മ വെച്ചുള്ള കാലം നമ്മൾ ഈ ബെഡിലൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ. വൈബ് TV. നമ്മൾ അർജൻറ്റീനൻ്റെ കളി കണ്ടിരുന്നു. അർജൻറ്റീന 2-1 തോറ്റതിന് ശേഷം ഗസ് വൈബ് തന്നെ. ഇവിടെ വരെ ഉണ്ട്. അയ്യോ, നമുക്ക് കൂടെ ഇങ്ങനെ വരല്ലേ. അടുത്ത റൂം എത്തിടാ. എങ്ങനെയുണ്ട്? പുതിയ വയ്യ ഉണ്ടാക്കി അടുത്ത റൂമിക്ക്. എങ്ങനെയുണ്ട്? വൈബ് തന്നെ. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂൾക്ക് ചാടണമെങ്കിൽ നമ്മൾ എങ്ങനെ ചാടണത് നമ്മൾ കാണിച്ചു തരും കേട്ടോ. നമ്മൾ കീഞ്ഞ് പോവും, വൈബാവും. ആൻഡ് ദ ലാസ്റ്റ് റൂം ഈസ് ദിസ്. യാ ഗുഡ്. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂൾക്ക് ഇറങ്ങണം. ഇറങ്ങിയില്ല, നമ്മൾ ഇറങ്ങാൻ പോട്ടെ സ്വിമ്മിംഗ് പൂൾക്ക്. എന്നിട്ട് അടിഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടിട്ടില്ലല്ലോ. എന്തായാലും ഈ റൂമിൽ നിന്നാട്ടെ സ്വിമ്മിംഗ് പൂൾക്കുള്ള വയ്യും എല്ലാം വരുന്നത്. സലാഹുദ്ദീൻ സിയാർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. വെറുതെ റിക്വസ്റ്റ് അയച്ചപ്പോൾ ഞാനങ്ങ് അയ്യോ നമ്മളിവിടെ നിലത്തിരുന്ന് എടാ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ തല കീയെ മറിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓൻ്റെ അത് എവിടെയാണെന്ന് നിനക്കറിയില്ല. നമുക്ക് ഓനെ കാറിലായിട്ട് നമ്മളെ സ്ഥലത്ത് വന്ന് കൊണ്ടുവന്നാലാ. അപ്പോൾ ഇതിന് ടൈം കുറേ ആവും, പൈസ കുറേ ആവും. നമ്മൾ വെയിറ്റ് ചെയ്ത ടൈമിന് നമുക്ക് നേരം ഓനെ കാറിൽ കയറ്റാം. ഓനെ കാറിൽ കയറ്റണമെങ്കിൽ കാറ് വേണം. അത് ഇപ്പോഴാണ് സ്പോണാണ്. എവിടാ
ഡ്രൈവ് ചെയ്യടാ. നമുക്ക് നേരെ പോകേണ്ടി പറഞ്ഞ പോലെ ഓൻ്റെ അടുത്ത് കാണും സലാഹുദ്ദീൻ സിയാർ. അവൻ ആരാന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ നമുക്ക് എന്തായാലും ഓനെ നേരെ എടുത്ത് എൻ്റെ മാൻഷനിലോട്ട് കൊണ്ടുവരാം. പക്ഷെ ഓൻ ഇപ്പോൾ കളിക്കണ്ടോ അറിയില്ല, ഓൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പോയോ നോക്കട്ടെ. പോയിട്ടുണ്ട്. ഇല്ല, സലാഹുദ്ദീൻ സിയാർ വീണ്ടും വന്നിട്ടുമുണ്ട്. നമുക്ക് സ്പീഡിൽ പറത്ത ഗൈസ്. ചിലപ്പോൾ ഈ പറത്തമാണ് കിട്ടി. ഇതായിരുത്ത ഇവിടെ ഒരു മാൻഷൻ ഉണ്ട്. തുടക്കമാണോ അല്ലെങ്കിൽ ഒടുക്കമാണോ? ആളാരാ? വേറെ ആരാണ്? അവൻ ചാറ്റിൽ എന്തെങ്കിലും പറയണ്ടോ നമുക്കറിയില്ല. ചാറ്റ് എന്തായാലും ഒന്ന് ഓണാക്കിയിട്ടേക്കാം. സലാഹുദ്ദീൻ സിയാർ 2 വട്ടം ഇന്ത്യക്ക് ജോയിൻ ആയിട്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഉണ്ടോ നോക്കാനും വേണ്ടിയിട്ടോ ഞാൻ ഈ ഗ്ലോബലിൽ കുറേ വന്നിക്കണ്. ഇല്ല, അതിലൊന്നും ഇല്ല. പറത്തട്ടെ. എടാടാ സലാഹുദ്ദീൻ സിയാറേ, പോവല്ലേ? ഞങ്ങൾക്ക് എൻ്റെ മാൻഷൻ ഞാൻ കാണിച്ചു തരാം. ഒരു പൊളി മാൻഷൻ കണ്ട് ഞെട്ടണം. അതിന് വേണ്ടി ഓൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ ഓൻ്റെ അടുത്ത് എത്തണം, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിനവിടെ പൈസ ആയിക്കോളും എന്നുള്ള വിശ്വാസത്തിലോട്ട് ഞാൻ പോണേ. ഇതാരടേ അടുത്ത്? ഇനി സലാഹുദ്ദീൻ സിയാർ ഗൈസ് 3ാമത്തെ ഫ്ലോർ ഉണ്ടാക്കിയ ഇതാട്ടത്. നമ്മളിത് നോക്കണില്ല. ഇത് ചിലപ്പോൾ ഇനി സലാഹുദ്ദീൻ സിയാർ ആവും. ആണെങ്കിൽ പോകേണ്ടി വരും. അല്ലല്ല, ഇന്ത്യ സലാഹുദ്ദീൻ സിയാർ പോയിണ്ടാവും. കണ്ടോളി, സലാഹുദ്ദീൻ സിയാർ പോയി. ഇല്ലാണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്താതെ കൂര. ആ ഗെയിം പ്ലേ ബോസിൽ ഇപ്പോൾ വരും ലീവ് റീകണക്ട് പറഞ്ഞിട്ട്. ഇല്ല ബാബ, കയറിയില്ലേ? നമുക്ക് എൻ്റെ മാൻഷൻ ഞാൻ കാണിച്ചു തരാം. അവിടെ കയറ്റൊക്കെ കയറുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും. അത് വലിയ പണിയാവും. ഉണ്ടോ? നമുക്ക് എന്തായാലും ഓക്കിൻ്റെ മാൻഷൻ കണ്ട് ഞെട്ടട്ടോ. കുറച്ചൊക്കെ ഞെട്ടണം. ഐ വാണ്ട് ദാറ്റ്. ഓന് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിടാമെന്ന് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ വെറും 2.5 മണിക്കൂർ അല്ലെങ്കിൽ വെറും പാർട്ട് 3 ഇതുണ്ടാക്കി. ദിസ് ഈസ് പാർട്ട് 4. ഇടിക്കാൻ വയ്യ. ഓൾ നീല കളറ്. റെഡ് ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്ത് ഒക്കെ ഞാൻ പറയും. ബിക്കോസ് ഐ എം റെഡ്, ബട്ട് ഐ ആം അർജന്റീന. റെഡ് കളർ ഇഷ്ടം വിചാരിച്ച് പോർച്ചുഗൽ ആവില്ലല്ലോ. കപ്പടിക്കുന്ന ടീം ഏതാ? അർജന്റീന. ഗൈസ് വീട്ടിൽ പോട്ടെ. ചെക്കൻ ആലോചിക്കുന്നത് എന്താ എത്താത്തപ്പനെ ഉടുക്ക കൊണ്ടുപോകണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അവൻ കണ്ട് ഞെട്ടണം. ഗുഡ് മാൻഷൻ കണ്ട് ഞെട്ടാൻ്റെ മാൻഷനെ തന്നെ ഞാൻ മൂലൊക്കെ കൊണ്ടുപോയി വെച്ചേക്കണ് വരെ. എന്തോന്നടേ എടാ, ഈ ഗെയിം പ്ലേ പോസ് നിങ്ങൾക്ക് പിടിക്കണില്ല. സ്പീഡ് കുറക്കൂല ഞാൻ. റോഡില്ലേ? ഇവിടെ നെറ്റ്വർക്ക് നല്ല ഇഷ്യൂ ഉണ്ടല്ലോ. നോക്കിപ്പോൾ എന്താ കാണിച്ചിട്ടുണ്ടാവും ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെ ആണ് എൻ്റെ ഓരത്തിൽ. യാ ബ്രോ, ഇറങ്ങിക്കോ. ഇറങ്ങാൻ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞേ. മൈ മാൻഷൻ ബ്രോ. ആഹാ, അങ്ക് ഡ്രൈവ് ചെയ്യാൻ വെച്ചതല്ല എൻ്റെ മാൻഷൻ. ബാബൂര് കണ്ട് കുറച്ചും കൂടി ഞെട്ടടാ. കേറ്. എങ്ങോട്ട് വാ. ഇതൊക്കെ ഒന്ന് കാണിനി. ലൈറ്റ്സ് ഓഫൊന്നുമല്ലല്ലോ. ഇങ്ങോട്ട് വാ. ഡാടാ കൊച്ചേർക്ക നമ്മളെ സ്ഥലത്ത് ആളാവാൻ നിൽക്കണം കേട്ടോ. ഇങ്ങോട്ട് വാ. ഇവിടെ റൂം എടുക്കണ്ട് വാ. ഇങ്ങനെ അവൻ്റെ മാൻഷൻ വരിക കണ്ടപ്പോൾ തന്നെ. ഞാനീ ഒറ്റയ്ക്ക് ഇതിൻ്റെ പെരയെ വേഗം കഴിയൂല. നമുക്ക് ഓനെ മൈൻഡാക്കണ്ട. കുറച്ച് പാടുപെടട്ടെ. പിന്നെ ആരാ പോലും എനിക്കറിയില്ല. കുറച്ച് പാടുപെടട്ടെ. നമുക്കെന്താ നമ്മളെ പണിയെടുക്കാം. ചാറ്റിൽ പറയണെങ്കിൽ വേണമെങ്കിൽ നോക്കട്ടോ. അത് ഈ ഓവർ ഹാങ് നോക്കട്ടെ കേട്ടോ.
അങ്ങനെ അത് റെഡി ആയിട്ട് ബാൽക്കണി റെഡി ആയിട്ട് വാൽ പാനലും കൂടി വെച്ച് ക്യാബിനറ്റും ടീവിയും കൂടി ആയാൽ നമ്മളെ രണ്ടാമത്തെ ഫ്ലോറും റെഡി. യെസ്, ഇനി നമുക്ക് നേരെ തേർഡ് ഫ്ലോറിലോട്ട് പോയാലോ? പോകാം ഗൈസ്. തേർഡ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലൊന്നും ഇല്ല വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. സീലിംഗ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതും വെച്ചിട്ടുണ്ട്, ഹാങ്ങിങ് ലാംപ്സും വെച്ചിട്ടുണ്ട്. വൈബ്. നമ്മളങ്ങ് മേലോട്ട് കയറിയാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ ആദ്യം റെഡിയാക്കാൻ പോകുന്ന ഫ്ലോറാണ്, പിന്നെ റെഡിയാക്കാൻ പോകുന്നത് വാൾസാണ്, പിന്നെ റെഡിയാക്കാൻ പോകുന്നതിൽ പൈസ ഇല്ല. പൈസ എൻ്റെ കയ്യിലില്ല. ഓനേതോ പാർട്ടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത്, പക്ഷെ ഞാൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇത്തിരി പണിയിലടാ. ആദ്യം നമ്മൾ ഈ പാർട്ട് 4 ഞാൻ വിചാരിച്ച ഫൈനൽ പാർട്ട് വന്നു, പക്ഷേ എന്നാ ഇറ്റ് ഈസ് ദ പാർട്ട് 4 അല്ലേ ഗൈസ്. ഇങ്ങോട്ടില്ല അല്ലേ, നമ്മൾ മൂന്നാമത്തെ ഫ്ലോറൊക്കെ ഉണ്ടാക്കില്ലേ. ഞാൻ പോലും മറന്നു പോയി ഗൈസ്. അത് എന്തായാലും നമുക്ക് റെയിലിങ്സും കൂടി വെച്ച വൈബായില്ലേ വെക്കട്ടെ. 13,000 ഉള്ളൂ. 13,000 ഒരുപാട് വേണം വെക്കലേ. അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6,000 റുപ്യക്കൊന്നും ഒന്നുമില്ല. തേർഡ് ഫ്ലോറാണ്. നമ്മൾ ഒരു റൂം സെറ്റ് ആക്കിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടോ. കാരണം എന്താ വെച്ചാൽ വീടിൻ്റെ ലെങ്ത്ത് കൂടുന്നത് നമുക്കറിയാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം വേണ്ട. 13,000 ഉള്ളൂടാ. എന്തായാലും നിർത്താൻ പോകണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ തേർഡ് ഫ്ലോർ ഇൻ പാർട്ട് 5. തേർഡ് ഫ്ലോറിൽ പാർട്ട് 5ലാണ്. അപ്പോൾ വെയിറ്റ് ഫോർ പാർട്ട് 5. ആദ്യം നമ്മൾ ബാങ്കിലേക്ക് കയറട്ടെ കേട്ടോ. ഇനി ഒരോട്ടം കൂടി നമ്മൾ പൈസ എടുക്കാൻ പോകുള്ളൂ കേട്ടോ. ആദ്യം ഇതും കൂടി സെറ്റ് ആക്കട്ടെ. രണ്ടുമ്പോൾ കൂടിയും കയറി ഇറങ്ങിക്കണേ. ഇത് രണ്ടിനുള്ള പൈസ എൻ്റെ ഉണ്ട്. ഇല്ല കേട്ടോ, ചിലപ്പെങ്കിലും ഉണ്ടാവില്ല. ഗൈസ് ഇല്ല 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 ഇല്ല. ഇനി ഒരു ബെഡും കൂടി ഒന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങപ്പോൾ തന്നെ ഗൈസ്. ഇനി ലാസ്റ്റ് തൊട്ടാണ് പൈസ എടുക്കാൻ പോണേ. ഇനി പൈസ നമ്മൾ എടുക്കാൻ പോകില്ല. അത് വക്ക എന്തായാലും പൈസ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോകണം. എന്തിനാ വെച്ചാൽ ഇപ്പോൾ തന്നെ പൈസ ആയിക്കോളും. നമ്മൾ ഇനി പൈസ എടുക്കാൻ പോകില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി പൈസ എടുക്കാൻ പോവുകയാണെങ്കിൽ അത് പാർട്ട് 5 വരും. ഫോർ ദാറ്റ് എനിക്ക് പറയാനുള്ളൂ. എന്താ നമ്മൾ ഓടിപ്പോയി ഇതും കൂടെ സെറ്റ് ആക്കട്ടെ. നമ്മളെ ലുക്ക് കാണുമ്പോൾ തന്നെ സീനാ. നമ്മൾ വീണു. നമ്മളങ്ങനെ 3ാമത്തെ ഫ്ലോറിലോട്ട് വീണ്ടും എത്തുന്നു. ഇത് ഇനി 4ാമത്തെ ഫ്ലോർ ഉണ്ടാവുമോ? ഇടാനോ? എന്തായാലും നിങ്ങളെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യാൻ മറക്കണ്ട. പോത്തിന് പൈസ കഴിഞ്ഞടാ. ഡാംസും കൂടി വെക്കാം. ആ സീലിംഗ് വെച്ചാൽ വൈബായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ നമ്മളെ മാൻഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴത്തെ മാൻഷൻ ഞാൻ കാണിച്ചു തരാം. വൈബ് മാൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാത്തൊരു മാൻഷനാണ് എൻ്റെ മാൻഷൻ. അപ്പോൾ യു ആർ വെയിറ്റിംഗ് ഫോർ മൈ മാൻഷൻ. സി ഓക്കെ, സി ദിസ് ഈസ് മൈ മാൻഷൻ. തേർഡ് ഫ്ലോർ വന്നുകൊണ്ടിരിക്കുകയാണ്. തേർഡ് ഫ്ലോർ വരുന്നത് പാർട്ട് 5 വരും. പാർട്ട് 5 ഐ ആം ഗോയിങ് നൗ. അപ്പോൾ പോണേ.